സുനിലേക്ക് വീണ്ടും. സുനിൽ, ഇപ്പോൾ കേരളത്തിന് പ്രാതിനിധ്യം കൂടുന്നു അല്ലെങ്കിൽ കേരളത്തിന് പ്രാധാന്യം കൂടുന്നു എന്ന രൂപത്തിൽ ഈ പാർട്ടി കോൺഗ്രസ് അവസാനിക്കുകയാണ്. അതിൽ സമ്മേളനത്തിൽ ഉയർന്ന ചർച്ചയും ആ രൂപത്തിൽ തന്നെയാണ്. പിന്നീട് കേരള ഘടകം മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ നേരത്തെയുള്ള നിലപാടുകളിൽ നിന്നുള്ള മാറ്റം അത് ശക്തമായി ഉന്നയിക്കുകയും അതിന്മേൽ ഒരു അംഗീകാരം നേടിയെടുക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് വേണം കാണാൻ. അങ്ങനെ നോക്കുമ്പോൾ കേരള ഘടകം പാർട്ടിയിൽ ഏറ്റവും പ്രാധാന്യം നേടുന്ന അല്ലെങ്കിൽ പാർട്ടി പിടിക്കുന്നു എന്ന രൂപത്തിൽ കൂടി ജനറൽ സെക്രട്ടറി കൂടി കേരളത്തിൽ നിന്നാകുമ്പോൾ എത്തുകയാണ് അല്ലേ? തീർച്ചയായും കേരള ഘടകത്തിന്റെ വലിയ സ്വാധീനം തന്നെയാണ് ഈ പാർട്ടി കോൺഗ്രസിൽ പ്രകടമാകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം CPIMന്റെ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ ഏറ്റവും ഉയർന്നു കേട്ടത് മൂന്നാം ഭരണം ഉറപ്പാക്കുക എന്നത് തന്നെയായിരുന്നു. ഈ പാർട്ടി കോൺഗ്രസിൽ അതിന്റെ ഒരു തുടർച്ച ഉണ്ടായി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പാർട്ടി കോൺഗ്രസിൽ കേരള സർക്കാരിനെ നിലനിർത്തുക, സംരക്ഷിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായി കാണണം എന്നാണ് ചർച്ചകൾ ഉയർന്നു വന്നത്. കേരളത്തിൽ മൂന്നാം ഭരണം ഉറപ്പാക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ദേശീയ തലത്തിലേക്ക് അടുത്ത ഘട്ട വളർച്ചയിലേക്ക് പാർട്ടിക്ക് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ കേരളത്തിൽ അധികാര തുടർച്ച പാർട്ടിയെ സംബന്ധിച്ച് അനിവാര്യമാണ് എന്നത് തന്നെയായിരുന്നു പാർട്ടി കോൺഗ്രസിന്റെ ഒരു ചർച്ചയും തീരുമാനവും ഒക്കെ തന്നെ പോകുന്നത്. ഏതായാലും ആ ഒരു നിരയിൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു മലയാളി തന്നെ കേരളത്തിൽ നിന്ന് വരുന്നു എന്നത് തീർച്ചയായും ആ നിലയിൽ തന്നെ കാണണം. ഏതായാലും MA ബേബി എന്നത് നമുക്കറിയാം SFIയിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് ഉയർന്നു വന്ന പ്രമുഖനായ നേതാവാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ അതിൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയം തിളച്ചുമറിഞ്ഞ കാലത്തിലൂടെ കടന്നു വന്ന ഏറ്റവും പ്രമുഖനായ നേതാവാണ്. 1979 അദ്ദേഹം SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായ നേതാവാണ്. അതിനുശേഷം അദ്ദേഹം പാർട്ടിയിൽ പടിപടിയായി ഉയർന്നു വന്നു. ഏതാണ്ട് 30-35 വർഷത്തിലധികമായി അദ്ദേഹം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ വന്നിട്ട് 2012 MA ബേബി പോളിറ്റ് ബ്യൂറോയിൽ എത്തുന്നത്. അപ്പോൾ ഇന്ന് പോളിറ്റ് ബ്യൂറോയിൽ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാൾ കൂടിയാണ് MA ബേബി. പ്രായപരിധി കർശനമാക്കിയപ്പോൾ ഏതാണ്ട് 7 അംഗങ്ങളാണ് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് മാറുന്നത്. അപ്പോൾ അതിനുശേഷം ഏറ്റവും തലമുതിർന്ന നേതാവ് എന്ന നിലയിൽ തന്നെയാണ് MA ബേബിയെ ഇപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിച്ചിരിക്കുന്നത്. തീർച്ചയായും കേരള ഘടകത്തിന്റെ ശക്തമായ നിലപാട് ഇതിന് കാരണമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അശോക് ദാവ്ലെയെ പോലുള്ള നേതാക്കളുടെ പേരിനാണ് പശ്ചിമ ബംഗാൾ ഘടകം പിന്തുണ നൽകിയത്. കേന്ദ്ര കമ്മിറ്റിയിൽ പശ്ചിമ ബംഗാൾ ഘടകം ആ നിലപാട് ആവർത്തിച്ചുവെങ്കിൽ പോലും ഭൂരിപക്ഷ അംഗങ്ങളുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏതായാലും MA ബേബിയുടെ പേരിന് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗീകാരം നൽകിയിരിക്കുന്നത്. ഏതായാലും മലയാളത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിലെ നേതാക്കളുടെ കേരള പാർട്ടിയുടെ നിലപാട് കൂടുതൽ വലിയ സ്വാധീനമായി പാർട്ടി കോൺഗ്രസിൽ മാറി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആകെ ഭരണമുള്ളത് എന്ന് തന്നെയാണ് അതിൽ പ്രധാനമായി വരുന്ന ഘടകം. സുനിൽ, ഇപ്പോൾ PBയിലേക്ക് കേരളത്തിൽ നിന്ന് കൂടുതൽ പേരില്ല, അത് ഒരു വിഷയമാണല്ലോ. അതുകൂടാതെ വനിതാ പ്രാതിനിധ്യം കൂടുമോ എന്നുള്ളത് ഉറ്റുനോക്കപ്പെട്ടിരുന്ന ഒരു കാര്യമാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ വനിതാ പ്രാതിനിധ്യം കൂട്ടുന്നു, അവരുടെ നേതാക്കളെ തന്നെ വനിതകളായി ഉയർത്തി കാണിക്കുന്നു. പ്രത്യേകിച്ച് BJP ഏറ്റവും വെല്ലുവിളി ഉയർത്തുന്ന BJP ആണ് എന്ന പാർട്ടി കോൺഗ്രസിൽ ചർച്ച ഉയരുമ്പോഴും വനിതാ പ്രാതിനിധ്യത്തിന്റെ കാര്യത്തിൽ BJPയെ കടത്തിവിട്ടുക എന്നൊരു ആലോചന ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇവിടെ നിന്നും KK ശൈലജയുടെ പേര് വന്നേക്കും എന്നുള്ള പ്രതീക്ഷ നിലനിന്നിരുന്നു. അങ്ങനെയില്ല. നേരത്തെ 2 പേരായിരുന്നു, ആ 2 പേർ ഒഴിഞ്ഞപ്പോൾ വീണ്ടും വരുന്നു 2 വനിതകൾ. ആ രൂപത്തിലേക്ക് ആ ചിന്ത പോകുന്നത് എന്തുകൊണ്ടായിരിക്കാം സുനിൽ? എന്തായാലും പോളിറ്റ് ബ്യൂറോയിൽ 17 അംഗങ്ങളാണുള്ളത്. കേരളത്തിൽ നിന്ന് 4 അംഗങ്ങൾ, 4 മുതൽ 5 വരെ അംഗങ്ങൾ. പശ്ചിമ ബംഗാളിൽ നിന്നും സമാനമായി ആ എണ്ണം ആണ് പോളിറ്റ് ബ്യൂറോയിൽ കണക്കാക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ള നേതാക്കൾ വ്യക്തമാക്കിയത് വനിത എന്നുള്ളത് മാത്രമല്ല ഒരു പോളിറ്റ് ബ്യൂറോയിലേക്ക് വരുന്ന ഒരു പ്രാതിനിധ്യത്തിന് പ്രധാന ഘടകമായി മാറുക എന്ന് പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ള നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ പോലും പാർട്ടിയുടെ സംഘടനാ റിപ്പോർട്ടിൽ 25% അംഗങ്ങളിൽ വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കണം എന്ന് പാർട്ടി വ്യക്തമായി പറയുന്നുണ്ട്. പല സംസ്ഥാനങ്ങളിലും അത് പാലിക്കപ്പെടുന്നില്ല. ഇത്രയും ശക്തിയുണ്ടായിട്ടും കേരളത്തിൽ പോലും 25% വനിതകളുടെ പ്രാതിനിധ്യം പാർട്ടി അംഗത്വത്തിൽ ഉറപ്പാക്കാൻ കഴിയുന്നില്ല എന്ന് സംഘടനാ റിപ്പോർട്ടിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതായാലും പോളിറ്റ് ബ്യൂറോയിൽ പ്രധാനമായും കേരളത്തിന്റെ കോട്ട പൂർത്തിയായി. അതുകൊണ്ട് തന്നെ ഇനിയൊരു അംഗത്തെ ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല എന്നതാണ് പ്രധാനമായും നേതാക്കളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ച സാഹചര്യത്തിൽ ആ ഒരു കോട്ടയിലാണ് MV ഗോവിന്ദൻ പോളിറ്റ് ബ്യൂറോയിലേക്ക് വരുന്നത്. ഏതായാലും കേരളത്തിൽ നിന്ന് പോളിറ്റ് ബ്യൂറോയിലേക്ക് തൽക്കാലം പുതുതായി ഏതെങ്കിലും വനിതകൾ വരുന്നില്ല. അതേസമയം കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കേരളത്തിൽ നിന്ന് വനിതകൾ വരാനുള്ള സാധ്യതകൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ കേന്ദ്ര കമ്മിറ്റി യോഗം കഴിഞ്ഞാൽ മാത്രമേ അതിൽ ആരൊക്കെ വരും എന്ന കാര്യത്തിൽ നമുക്കൊരു വ്യക്തത വരേണ്ട കാര്യമാണ്.